ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ അനന്തനും അതുപോലെ അച്യുതനും എല്ലാവരും പെങ്ങളുമായിട്ട് സംസാരിച്ചിട്ട് കയറി ഇങ്ങ് പോന്നു. എല്ലാവരും കയറി പോന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മയും മോളും കൂടി ഇങ്ങനെ കണ്ണിൽ നോക്കി അവരുടെ വിഷമങ്ങൾ പറഞ്ഞു തീർത്തുകൊണ്ടിരിക്കുക. ഈ സമയം പിന്നെ അനന്തനാണെന്നുണ്ടെങ്കിൽ ബെഡ്റൂമിലേക്ക് കയറി വന്നിട്ട് ഫോൺ കോൾ വന്നതുകൊണ്ടാണ് കയറി പോകുന്നത്. എന്നിട്ട് ആ ഒരു കോളുമായിട്ട് സംസാരിക്കുന്നത്. അപ്പം എല്ലാം ഞാനിവിടെ ഉണ്ടോ എന്നൊക്കെ നോക്കട്ടെ എന്നൊക്കെ ഇയാളിങ്ങനെ പറഞ്ഞു. ഞാൻ എന്തായാലും വിളിക്കാം എന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് എന്തൊക്കെ പേപ്പറുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നോക്കുക. അങ്ങനെ നോക്കി വന്നപ്പോൾ പെങ്ങളും ആങ്ങളമാരും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ അത് അനന്തൻ കണ്ടു. അനന്തൻ അത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അച്യുതൻ അങ്ങോട്ടേക്ക് വന്നു. അച്യുതന് വന്നേരം ഇത് കാണുവാണ്. അപ്പം എന്തിനാ ഏട്ടാ നമ്മൾ വേണ്ട എന്ന് വെച്ചതൊക്കെ പൊടി തട്ടി എടുക്കുന്നത് എന്ന് ചോദിച്ചപ്പം നമ്മൾ എത്രമാത്രം ലാളിച്ച് വളർത്തിയതാടാ അവളെ എന്ന് ചോദിക്കണം. നമ്മുടെ കയ്യും പിടിച്ച് ഓടി നടന്നവള് നമ്മുടെ ചങ്കി കുത്തിയിട്ട് പോയില്ലേടാ, അവളല്ല നമ്മുടെ ആശ്രിതനായി നിന്നിട്ട് നമ്മുടെ പെണ്ണിനെ കറക്കിയെടുത്തത് അവനാ, ആ ബാലൻ എന്നും പറഞ്ഞു ബാലനെ കുറിച്ച് അച്യുതൻ പറയുന്നു. അവളെ ഒരു രാജകുമാരിയെ പോലെ കല്യാണ മണ്ഡപത്തിലേക്ക് കൈപിടിച്ച് കയറ്റാൻ കാത്തുനിന്ന് നമ്മുടെ അച്ഛൻ്റെ ഹൃദയം അവൻ തകർത്തുകൊണ്ട് പോയത്. ആ നാണക്കേടിൽ നിന്നും അച്ഛൻ രക്ഷപ്പെട്ടു. പക്ഷെ നമ്മൾ ഇന്നും അതിൻ്റെ നിഴലിൽ ജീവിക്കുകയാണെന്ന് അച്യുതൻ. കൃഷ്ണമംഗലത്തെ പ്രതാപവർമ്മയുടെ പ്രതാപം തീർന്നു. അയാളുടെ ഒരേ ഒരു മോളെ ബാലൻ അടിച്ചുകൊണ്ട് പോയി. അങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ ഇവർ പറയണം. ആ നാണക്കേടിൽ നെഞ്ചുപൊട്ടി മരിച്ച അച്ഛൻ്റെ ചിതയ്ക്ക് കൊള്ളിവെച്ചവരാണ് നമ്മൾ എന്ന് പറഞ്ഞു. പിന്നെ അവനൊരു കരിവിളക്ക് പോലെ നമ്മുടെ വീടിന് മുന്നിൽ വന്ന് താമസം തുടങ്ങി വെല്ലുവിളിക്കുകയല്ലേ. നമ്മുടെ മുഖത്ത് നാട്ടുകാർ പരിഹസിച്ച് തുപ്പിയതിൻ്റെ പ്രതികാരം അവൻ്റെ മക്കളിലൂടെ നമ്മൾ തീർക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയണം. ഗോമതിയെ ഓർത്തിട്ടാണ് ഞാൻ എല്ലാം ക്ഷമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അനന്തം പറയണം. അവളെ കൺമുന്നിൽ കാണുമ്പോൾ എനിക്കിപ്പോഴും നമ്മുടെ ആ പഴയ ഗോമതി ഓർമ്മ വരും. അപ്പം അവളെ മാറ്റി നിർത്തിയേക്കുക. അവൾക്കൊരബദ്ധം പറ്റി, അവനെ കെട്ടി. പക്ഷേ ഇപ്പോഴും നമ്മളെ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്ന ആ ബാലൻ, അവനെ നമ്മൾ സന്തോഷിക്കാൻ വിടരുതേട്ടാ. അങ്ങനെ വിട്ടാൽ നമ്മളല്ലാതായി മാറും. അവനെ തോൽപ്പിക്കാനും നാണം കെടുത്താനും കിട്ടുന്ന ഒരവസരവും നമ്മളായിട്ട് കളയരുതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആ ഒരു ഇതും പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മിത്രയുടെ കാമുകനുമായിട്ട് ദേ ഒരു മരച്ചുവട്ടിലിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ദേ ഇങ്ങനെ തൊട്ടും പിടിച്ചു ഇരിക്കുന്നത് ആരെങ്കിലും മൊബൈലിലെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ എൻ്റെ മാനം പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു മിത്ര. അപ്പം നിനക്ക് ഇത്രയ്ക്ക് പേടിയാണോ മിത്ര? കൃഷ്ണമംഗലത്തെ പെൺകുട്ടിക്ക് കുറച്ചുകൂടി തൻ്റെ ഇടമൊക്കെ ആകാമെന്ന് പറഞ്ഞു. അവിടുത്തെ ആയതുകൊണ്ട് ആ പേടി. അച്ഛനെ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം, പക്ഷെ കൊച്ചച്ഛൻ അറിഞ്ഞാലേ പണ്ട് കാട്ടുപന്നിയെ വെടിവെക്കാൻ ലൈസൻസ് എടുത്തൊരു തോക്കുമായിട്ടൊരു വരവുണ്ടെന്നൊക്കെ പറഞ്ഞു. ആര് വന്നാലും നിനക്കൊരു ആപത്തും വരാതെ ഞാൻ നോക്കിക്കോളാമെന്ന് ആശാൻ പറഞ്ഞു. അപ്പം എന്നെ വെടിവെക്കാനല്ല, നിന്റെ നെഞ്ച് തുളയ്ക്കാമെന്നും മിത്ര പറഞ്ഞ്. എൻ്റെ അപ്പച്ചി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിൻ്റെ ആ ഒരു പകയും ദേഷ്യവും കൊണ്ട് നടക്കുന്ന അവർ ഈ ഒരു കഥയെങ്ങാനും അറിഞ്ഞാലേ തീർന്നു, പിന്നെ ജീവിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഇഷ്ടമൊന്നും മൂടി വയ്ക്കാൻ പറ്റില്ലല്ലോ, എന്നാലും അവർ അറിയണ്ടേന്ന് ചോദിച്ചു. എനിക്കൊരു ജോലി കിട്ടിയിട്ടൊക്കെ അറിഞ്ഞാൽ മതി, അതിന് മുമ്പെങ്ങാനും അറിഞ്ഞാലേ നീയും തീരും, നമ്മുടെ റിലേഷനും ക്ലോസ് ആകും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം. അങ്ങനത്തെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ആര്യൻ അതുവഴി വരുന്നത്. ആര്യൻ അതുവഴി വന്നു കഴിഞ്ഞപ്പോഴേക്കും മിത്ര ആര്യനെ കണ്ടു. അയ്യോ എൻ്റെ പൊന്നെ, നീ അങ്ങോട്ട് നോക്കല്ലേ, എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു വില്ലനാവനെന്ന് മിത്ര പറയുവാണേ. അപ്പോഴേക്കും വീണ്ടും ആ ചെറുപ്പക്കാരൻ നോക്കല്ലേ, ഭയങ്കര കുഴപ്പക്കാരനാ, എൻ്റെ വീട്ടിലുള്ള ആരെ കണ്ടാലും പ്രശ്നം ഉണ്ടാക്കും, അത് അവൻ്റെ ഒരു രോഗമാണെന്ന് പറഞ്ഞു. എന്നാൽ ആ രോഗത്തിന് ഞാൻ ഇപ്പം തന്നെ മരുന്നുണ്ടാക്കാമെന്ന് പറഞ്ഞ് ഇയാൾ അങ്ങ് പോകാൻ തുടങ്ങുന്നു. മിത്ര തടയുന്നു. അപ്പം വേണ്ട മിഥുൻ, പ്ലീസ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞ് അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നീ എന്താണ് ഇവിടെ, ഇതാണോടാ നിൻ്റെ ടീച്ചർ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ ആര്. അതൊക്കെ ചോദിക്കുക, നീ ആരാടാന്ന് ചോദിച്ചുകൊണ്ട് മിഥുൻ ഇവളോട് ചോദിച്ചാൽ മതിയെന്ന് പറഞ്ഞപ്പം ഇവളുടെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വന്നാൽ അടിച്ചതിൻ്റെ കാരണം ഞാൻ പോയിക്കും. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചവിട്ട് കൊണ്ട് നീ നിലത്ത് കിടന്ന് പൊളയുമെന്ന് ആര്യൻ. എന്നാൽ ചവിട്ടിടാമെന്ന് പറഞ്ഞു തീർന്നില്ല. അപ്പോഴേക്കും ചവിട്ടി നിലത്തേക്ക് ഇട്ട് കഴിഞ്ഞു മിഥുന്. അപ്പം ഞാൻ വേണ്ടെന്ന് പറഞ്ഞല്ലേ പോവാം എന്നും പറഞ്ഞുകൊണ്ട് മിത്ര വേണ്ട മിഥുൻ, ഇവർ റൗഡിയാ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതെടി ഞാൻ റൗഡിയാ, വിവരദോഷിയാ, നീ വലിയ ബുദ്ധിമതിയും കാര്യപ്രാപ്തിക്കാരിയൊക്കെ അല്ലേ, എന്നിട്ട് നിനക്ക് ഇവനെ കിട്ടിയുള്ളോ പ്രേമിക്കാൻ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അയാളെ ആ മിഥുൻ ഇടയ്ക്ക് കയറി. അപ്പം നീ ഇവനെക്കുറിച്ച് 10 പേരോടൊന്ന് അന്വേഷിക്കുക, എന്നിട്ട് മതി അടുപ്പം. എനിക്ക് ഇഷ്ടമുള്ളവനെ പ്രേമിക്കാൻ നീ ആരോടാ ചോദിച്ചപ്പം അല്ലെങ്കിലും കാണാൻ കൊള്ളുന്ന പെണ്ണുങ്ങളെ ഏതെങ്കിലും കോൻ തന്നെയെ പ്രേമിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ദേ അങ്ങോട്ടേക്ക് അലോഹ് വരുന്നു. അപ്പോൾ അലോഹിനെ കണ്ടപ്പോഴേക്കും മറ്റവൻ മിഥുൻ വണ്ടി എടുത്തുകൊണ്ട് പോയി. വേഗം നിന്റെ ചേട്ടനെ കണ്ടപ്പോഴേക്കും വഴിയിലിട്ടിട്ട് പോകുന്നവനെയാണോ നീ പ്രേമിക്കുന്നത്? ഈ ബന്ധം ഞാൻ എല്ലാവരെയും അറിയിക്കും, നോക്കിക്കോ, നിന്നെ ഞാൻ ശരിയാക്കാട് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പം നമ്മുടെ മിത്രയുടെ അഹങ്കാരം പേര് വഴിയിലിട്ട് നമ്മുടെ ആര്യൻ തന്നെ തീർക്കുന്നു. അപ്പോഴാണ് അലോഹ് അങ്ങോട്ടേക്ക് വരുന്നത്. അലോഹ് വന്ന് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടു. എന്താ മിത്ര, ഇവനെന്താ ഇവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കെന്താ ഇവിടെ വന്നുകൂടെ എന്ന് ആര്യൻ അലോഹിനോട്. നീ ഇവിടുന്ന് തമ്മിൽ എന്താ പ്രശ്നം എന്നാ ചോദിച്ചത്?
അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവള് പറഞ്ഞു തരും, ഒന്നും വിടാതെ പറഞ്ഞു കൊടുക്കണേ എന്നും പറഞ്ഞ് ആര്യൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോണു. അപ്പം ആര്യൻ പോയപ്പോൾ മിത്ര നീ ഏതോ പയ്യനുമായിട്ട് ഇവിടെ നിൽപ്പുണ്ടെന്ന് ജിജോ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഇവനായിരുന്നു അത് എന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഞാനിവിടെ ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നതാ, അപ്പോഴാ ചോറിയമ്പുഴു വന്ന് പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പം എന്ത് പ്രശ്നമാണെന്ന് ചോദിച്ചു. അവൻ എന്നെ വല്ലാണ്ട് ശല്യം ചെയ്തു, അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. നിനക്ക് അവൻ്റെ കരണത്തൊന്നും കൊടുക്കായിരുന്നില്ലേ എന്ന് നേരം ചോദിച്ചു. ആങ്ങള നാണമില്ലാത്ത അവനെ തല്ലിട്ട് ഞാനും കൂടെ നാറണമെന്ന് ചോദിച്ചുകൊണ്ട് മിത്ര. അങ്ങനെ ആങ്ങളെയും പെങ്ങളും കൂടി അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. പക്ഷെ അവനെ വെറുതെ വിടാനായിട്ട് തയ്യാറാവാതെ അലോഹ് ഈ മിത്ര അവിടെ നിർത്തിയിട്ട് ആര്യനോട് വഴക്കുണ്ടാക്കാൻ പോകാൻ തുടങ്ങും. അപ്പോൾ വേണ്ടാന്ന് മിത്ര പറഞ്ഞിട്ടും അലോഹ് കേൾക്കുന്നില്ല, അലോഹ് പോണു. ഈ സമയത്ത് കടയിൽ ധർമ്മനും അതുപോലെ ആകാശും ഒക്കെ കൂടെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ ആകാശ് അങ്ങോട്ട് കയറി ചെല്ലുമ്പം ഇപ്രാവശ്യം പഞ്ചസാര അയക്കുമ്പോൾ 10 ചാക്ക് കൂടുതൽ വേണമെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. സോറി അച്ഛൻ ഞാനത് മറന്നു, ഇപ്പം തന്നെ വിളിച്ച് പറയാമെന്നും പറഞ്ഞുകൊണ്ട് ബാലനോട് മകൻ പറഞ്ഞു. അപ്പോൾ ഇത് തന്നെയാണ് നിന്നെ ഏൽപ്പിച്ചാലുള്ള കുഴപ്പമെന്നും പറഞ്ഞുകൊണ്ട് ആകാശിനെ വഴക്ക് പറയാം. ഗൗഡയ്ക്കാണെങ്കിൽ കന്നഡയും ഇംഗ്ലീഷും അല്ലാതെ വേറെ ഒരു ഭാഷ അറിയില്ല. അപ്പം ലോകത്തുള്ള എല്ലാവരും അളിയനെ പോലെ മലയാളം മാത്രം സംസാരിക്കുന്നു, വാശി പിടിക്കരുതെന്ന് ധർമ്മൻ. അപ്പം എനിക്ക് മലയാളമെങ്കിലും അറിയാം, നിനക്കോ എന്ന് ചോദിച്ച് ധർമ്മനെ കളിയാക്കുവാണ്. അപ്പോഴേക്കും ആകാശം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. എടാ കടലമാവ് എന്ന് എഴുതുന്ന സ്ഥാനത്ത് കടേലമാവെന്ന് എഴുതിയവനല്ലേ നീ എന്ന് ധർമ്മനോട് ചോദിച്ചു. അത് പിന്നെ എന്നെ 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ മലയാളം പഠിപ്പിച്ച സാറിനെയും വിക്കുണ്ടായതുകൊണ്ടാണെന്നും പറഞ്ഞുകൊണ്ട് ധർമ്മൻ ഇങ്ങനെ അവിടെ നിന്ന് പറയാട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചില വാക്കുകളൊക്കെ വിട്ടുപോകും, ചിലത് ഇരട്ടിച്ച് വരും, അങ്ങനെയൊക്കെയാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. പാവം ഇങ്ങനെ അവിടെ കിടന്ന് ഉരുളു കേട്ടോ. എടാ ഞാൻ പഠിച്ചിട്ടൊന്നും അല്ല ഈ നിലയിൽ എത്തിയതെന്ന് നമ്മുടെ ബാലൻ. പഠിപ്പില്ലാതെ തന്നെ ഈ നിലയിൽ എത്തിയെങ്കിൽ കുറച്ച് പഠിപ്പും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അളിയൻ ഏത് നിലയിലെത്തിയെന്ന് ധർമ്മൻ. എടാ നിന്നെപ്പോലെ ഏതെങ്കിലും കടയിൽ സെയിൽസ്മാനായിട്ട് നിൽക്കായിരുന്നു എന്ന് ബാലൻ. എടാ പഠിപ്പില്ലാത്തതിൻ്റെ കുറവ് മാറ്റാനായിട്ട് കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കിയതുകൊണ്ടാണ് നിൻ്റെ അളിയൻ ഗോമതി സ്റ്റോഴ്സിൻ്റെ ഉടമയായതെന്ന് പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും അലോഹ് ഇടിച്ച് കയറി അകത്തേക്ക് വരുന്നു. അലോഹ് ഇടിച്ച് കയറി അകത്തേക്ക് വന്നിട്ട് അവനെന്തേ ആര്യനെന്തെന്ന് ചോദിച്ചു ഭയങ്കര ദേഷ്യം ഉണ്ടാക്കും. അപ്പോഴേക്കും ധർമ്മനൊക്കെ ഇറങ്ങി ചെന്നു. നീ എന്തിനാണ് ഇടിച്ച് കയറി ഇങ്ങോട്ടേക്ക് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും പാവം ആര്യൻ്റെ തലയിൽ കുറ്റം വെച്ച് കെട്ടിയവൻ പറയാം. ബാലൻ അന്നേരം ഇറങ്ങി ചെന്നു കേട്ടോ. ബാലൻ ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പം പിന്നെ എന്ത് പിണ്ണാക്കിനാടാ നീ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ഇത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ സംസാരിച്ചപ്പോഴത്തേക്കും അലോഹിൻ്റെ ഷർട്ടിന് കയറി പിടിക്കുന്നു നമ്മുടെ ആകാശ്. അപ്പോഴേക്കും രാമേട്ടൻ അത് തടഞ്ഞു. രാമേട്ടൻ ചോദിച്ചു എന്താ ഇവിടെ എന്ന് ചോദിച്ചു. എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ എന്നെ ഉപദ്രവിക്കാൻ വന്നവൻ്റെ മുന്നിൽ എൻ്റെ മക്കൾ നട്ടല് നിവർത്തി നിൽക്കും. അപ്പോൾ ഇവനെയൊക്കെ ഇവിടെ കിടന്ന് വിരകാൻ വിട്ട് കഴിഞ്ഞാൽ എൻ്റെ മോശം എനിക്കാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല, നിങ്ങൾ ഇളയ മോനിലെ ആര്യൻ അവനെ എനിക്ക് കാണേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ നീ എന്തിനാണ് അവനെ കാണുന്നതെന്ന് ചോദിച്ചു. നമ്മുടെ മിത്രയെ അവൻ കുറേ നാളായിട്ട് ശല്യം ചെയ്യുകയാണെന്നും പറഞ്ഞ് ഈ അലോഹ് പറയണു. അത് കേട്ടപ്പോഴേക്കും ഇവരെല്ലാവരും ഇങ്ങനെ ഞെട്ടി നോക്കും കേട്ടോ. മിത്രയെ ആര് ശല്യപ്പെടുത്തിയെന്നോ? അതെ, കുറച്ച് മുമ്പ് അവൻ പരസ്യമായി റോഡിൽ വെച്ച് അപമാനിച്ചു എന്നും പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞിട്ട് ഇവൻ അങ്ങ് പോയി. അവൻ ഇങ്ങോട്ട് വന്നിട്ടില്ല, അവൻ ഇങ്ങോട്ട് ഒന്നും ചെയ്തിട്ടില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ പറയുന്നുണ്ടെങ്കിലും അലോഹാണെങ്കിൽ ഇവിടെ കിടന്ന് ഭയങ്കര ബഹളം. അവനോട് പറഞ്ഞേക്കാം, അവൻ 2 കാലിൽ പോകലെന്ന് പറഞ്ഞേക്കാനൊക്കെ പറയും. അപ്പോൾ മകനെ ഇങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാലന് ദേഷ്യം വന്നു. ബാലൻ അവനെ എടുത്തിട്ട് എറിഞ്ഞ് പണ്ടാരം അടക്കി. അപ്പോൾ വിടാൻ പറഞ്ഞുകൊണ്ട് അലോഹ് ഇടയ്ക്ക് അലോഹിനെ കയറി വട്ടം കെട്ടിപ്പിടിച്ചിരിക്കുക ധർമ്മൻ. അളിയാ വിടാൻ പറഞ്ഞു. അലോഹ് കൊച്ചച്ചാ വിടുന്നു പറയുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പിടി വലി ഉന്ത തള്ള ഇതൊക്കെ ഒരു തരത്തിൽ ധർമ്മം പിടിച്ച് വലിച്ച് അവനെ കൊണ്ടുപോയി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ബാലൻ ഇങ്ങനെ ഭയങ്കര കലിപ്പ് കയറി നിൽക്കുമ്പോൾ ബാല നീ അധ്വാനിച്ച് വേർപ്പ് ഒഴുക്കി ഉണ്ടാക്കിയ ഈ ഒരു കടയുടെ മുന്നിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് നിനക്ക് തന്നെ നല്ലതാണോ ബാലാന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ അലോഹ് പോയി കഴിഞ്ഞപ്പോൾ ഇത് രാമേട്ടൻ ചോദിക്കുന്നു. ബാലൻ ഇങ്ങനെ വല്ലാതെ നിൽക്കുന്നു. നീ ഇവിടെ ഒരു കച്ചവടക്കാരനാണെന്നും ഒരു നല്ല ബിസിനസ്സുകാരൻ ആദ്യം വേണ്ടത് ആരെയും പിണക്കാത്തൊരു മനസ്സാണെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഉപജീവനമാണ് കച്ചവടം, പക്ഷേ എൻ്റെ കുടുംബം അത് എൻ്റെ പ്രാണനാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ ഇങ്ങനെ പറയുന്നു. അത് കേട്ട് ഇവരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, അവരെ വേറെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ ബാലൻ അന്നേരം പറഞ്ഞു. ഇതൊക്കെ കേട്ട് ഇവരിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ആര്യനൊരു അബദ്ധം പറ്റിയതാണെങ്കിലും അപ്പോൾ ആര്യൻ ഒരു പെണ്ണിനോടും മോശമായി പെരുമാറില്ല. അവനെന്നല്ല, എൻ്റെ മക്കൾ ആരും അങ്ങനെ ചെയ്യില്ല. ഞാൻ അങ്ങനെയല്ല എൻ്റെ മക്കളെ വളർത്തിയത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ അവിടെ നിന്ന് തറപ്പിച്ചു പറയുന്നു. അങ്ങനെ ആദ്യമായിട്ട് മകൻ്റെ സൈഡ് നമ്മുടെ ബാലനൊന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇവിടെ ഇന്ദിരാമയും അതുപോലെ തന്നെ നന്ദിതയും കൂടെ അവിടെ അങ്ങനെ ഇരുന്നത് നമ്മുടെ ഗോമതിയെക്കുറിച്ച് സംസാരിക്കുന്നു. എന്നിട്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ
ഇടയിൽ ഗോമതി എന്നുള്ളൊരു വിഷയമാണ് സംസാരമായിട്ട് വരുന്നത്. അവർ ഗോമതിയെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്കും രാജശ്രീയുടെ ഫോണിലേക്ക് ഇതേ അമ്മായിയുടെ കോള് വരുന്നു. അമ്മായിയുടെ കോള് വന്നപ്പോൾ അതേ എൻ്റെ അമ്മായി എൻ്റെ പൊന്നെ ഞാൻ കുളിക്കുകയാണെന്ന് ഒന്ന് എടുത്തിട്ട് പറയുകയേച്ചി ഇപ്പം എങ്ങാനും എടുത്തു. പിന്നെ ജീവിതത്തെ പുള്ളിക്കാരി ഫോൺ വെക്കുകയല്ലെന്നും പറഞ്ഞുകൊണ്ട് ഇതേ നന്ദിതയുടെ കയ്യിലേക്ക് കൊടുത്തു. നന്ദിത ആ ഫോൺ എടുത്തു. പിന്നെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ രാജശ്രീ കുളിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് തിരക്കില്ല ആൻറ്റി, പിന്നെ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നന്ദിത ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ അതെ അവർ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞ കാര്യങ്ങൾ ഇവർ തമ്മിൽ പറയുന്നു. അതായത് ഗോമതി സ്റ്റോഴ്സിനെ കുറിച്ച് അവരൊരു ഇത് ആർട്ടിക്കിൾ കണ്ടു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞതായിട്ട് നന്ദിത ഇവിടെ അമ്മയോടും അനിയത്തിയോടും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കേട്ടുകൊണ്ടാണ് അനന്തനും അതുപോലെ അവരും കൂടെ ഇറങ്ങി വരുന്നത്. അപ്പോൾ അവരെന്തിനാ അവിടെ പോയത്, നമ്മളവിടെ നിന്നൊരു മുട്ടുസൂചി പോലും വാങ്ങിക്കാറില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അലോഹിനിട്ടുള്ള പണിയാണ്. അപ്പോൾ എന്താ കാര്യം? ഞാനും തന്നെയാണ് പറഞ്ഞത് അലോഹ ആയിരിക്കില്ല എന്ന്. പക്ഷേ ആൻറ്റി തറപ്പിച്ചു പറയുന്നത് അലോകിനെ ഗോമതി സ്റ്റോഴ്സിൽ വെച്ച് കണ്ടുവെന്ന് തന്നെയാണെന്ന് പറഞ്ഞപ്പം അവനെന്തിനാ അവിടെ പോയത് എന്നും ചോദിച്ചുകൊണ്ട് അച്യുതൻ ചോദിക്കുന്നു. അപ്പോഴേക്കും അലോഹ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ കയറി വന്നതും നീ ഗോമതി സ്റ്റോഴ്സിൽ പോയെന്ന് ചോദിച്ചു. പോയായിരുന്നു എന്ന് പറഞ്ഞു. എടാ മോനെ, ആ കുടുംബത്തിലുള്ള ആരെ കണ്ടാലും വെട്ടിക്കയറാൻ നിൽക്കുന്ന നീ ഇതിന് അങ്ങോട്ട് കയറി പോയെന്ന് ചോദിച്ചു. നീ അവിടെ പോകണമെങ്കിൽ ഒരു കാരണം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവൾക്ക് വേണ്ടി ചോദിക്കാനാണ് ഞാൻ പോയതെന്ന് പറഞ്ഞു ഇത്രയെ പിടിച്ച് മുന്നിൽ നിർത്തി. അവിടുത്തെ ഇളയ മകൻ ആര്യൻ ഇവളെ വഴിയിൽ തടഞ്ഞു നിർത്തി ശല്യപ്പെടുത്തിയാൽ ഞാനത് നോക്കി നിൽക്കണോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോഴേക്കും ഞാൻ നോക്കുവട്ടെ ഇരട്ടി ദേഷ്യം. ഇതിനു മുൻപും അവൻ ഇവളോട് വഴക്കിന് വന്നിട്ടുണ്ട്, ഈ തവണയും അങ്ങനെ തന്നെ. എന്നിട്ട് നീ എന്താ മോളെ ഞങ്ങളോടത് പറയാതിരുന്നേന്ന് ചോദിച്ചു. അപ്പോൾ അത് വലിയ ഇഷ്യൂ ആക്കണ്ടെന്ന് കരുതിയിട്ടാ ഇപ്പോൾ ഇത് അലോഹ് കണ്ടതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ കണ്ടതുകൊണ്ടാണോ അല്ലെങ്കിൽ നീ ഇത് പോട്ടേന്ന് വെച്ചിട്ടാണോ എന്ന് ചോദിച്ചു. അങ്ങനെ രാജശ്രീ ദേഷ്യപ്പെടുമ്പോൾ അല്ല ബന്ധം വെച്ച് നോക്കിയാൽ ഇവള് അവൻ്റെ മുറപ്പെണ്ണല്ലേ എന്ന് ചോദിച്ചു. ആരുടെ മുറപ്പെണ്ണ്? ഇന്ന് തന്നെ മറുപടി കൊടുക്കണം ഏട്ടാ എന്ന് പറഞ്ഞ അച്യുതൻ. അപ്പോൾ വഴക്കിനൊന്നും പോകണ്ടെന്ന് പറഞ്ഞ് മിത്ര നൈസായിട്ട് ആ പ്രശ്നം അങ്ങനെ അങ്ങ് ഒതുക്കി തീർക്കാൻ പുള്ളിക്കാർ ശ്രമിച്ചതാണ്. പക്ഷേ അത് നടന്നില്ല. എല്ലാവരും കൂടെ ചേർന്ന് ഇത് പറഞ്ഞ് ഒതുക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷെ അവർ രണ്ടുപേരും കൂടെ രണ്ടും കൽപ്പിച്ച് പോവുകയാണ്. ഈ സമയത്ത് അവിടെ വീട്ടിൽ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ബാലനും അതുപോലെ അനുവും ഒക്കെ അങ്ങനെ ഫുഡ് കഴിച്ചപ്പോൾ ഇറച്ചിയും മീനും ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ലെന്ന് അനു പറഞ്ഞപ്പോൾ ഇറച്ചിയും മീനും അല്ല കൂടുതൽ കഴിക്കേണ്ടത്, പച്ചക്കറിയാണ് കഴിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് അനുവിനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നു ബാലൻ. ആ സമയം അങ്ങോട്ടേക്ക് ആകാശം അതുപോലെ ധർമ്മനും വന്നു. നിങ്ങളെന്താ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ കടയിൽ ആൾ കുറവാ ചേച്ചി, ഞങ്ങൾക്കും ചോറ് വിളമ്പ്, ഞങ്ങളും കഴിച്ചിട്ട് പൊക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. മകൾക്ക് അച്ഛൻ വാരി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഗോമതി ഗോമതി എന്നും പറഞ്ഞ് പുറത്തുനിന്ന് ഒരു ശബ്ദം കേട്ടത്. പെട്ടെന്ന് ബാലൻ ഇരുന്നിടത്ത് നിന്ന് തന്നെ കൈ കഴുകിയിട്ട് ഇറങ്ങി ചെല്ലുന്നു. അപ്പോഴേക്കും അവരെ രണ്ടുപേരെയും കണ്ടു. എടാ എൻ്റെ മുറ്റത്ത് കയറി വന്ന് എന്നെ വെല്ലുവിളിക്കുന്നു ചോദിച്ചു. അപ്പം നിന്നെ വെല്ലുവിളിക്കുകയല്ല, പിന്നെ മക്കളെ മര്യാദയ്ക്ക് വളർത്തിയില്ലെങ്കിൽ അടി മേടിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ നീ എന്നെ ആദ്യം അടിക്കടാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ അങ്ങോട്ടേക്ക് ചെന്നു. ധർമ്മൻ ഇടയ്ക്ക് കയറി എന്താ ഏട്ടന്മാരെ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഗോമതിയൊക്കെ ഇറങ്ങി വന്നു. എന്താ പ്രശ്നം, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാമെന്നും പറഞ്ഞു. എങ്കിൽ അകത്ത് വിളിച്ചുകൊണ്ട് പോയി ഭക്ഷണം കൊടുത്ത് സൽക്കരിച്ച് സംസാരിക്കാം എന്നും പറഞ്ഞു. അപ്പോൾ ആര്യൻ അങ്ങോട്ടേക്ക് വന്നു. നിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഞങ്ങളുടെ പട്ടി പോലും വരില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അച്യുതൻ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ആര്യൻ കയറി മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. നിന്നെ മര്യാദ പഠിപ്പിക്കാൻ തന്നെയാടാ വന്നതെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പഠിപ്പിക്കടോ എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ ഇടയ്ക്ക് കയറുന്നു. പിന്നെ അതും ഉന്തും തള്ളും വഴക്കുമായി. എൻ്റെ മോളുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്താൽ പിന്നെ എണീറ്റ് നടക്കില്ലെന്ന് നിന്റെ മോനോട് പറഞ്ഞേക്കാൻ ഗോമതിയോട് പറയുകയാണ്. അപ്പോൾ ഏത് മോൻ്റെ കാര്യം പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇവൻ തന്നെയാണെന്ന് പറഞ്ഞ ആര്യനെ കാണിച്ചു കൊടുത്തു. ഇവൻ മിത്രയുടെ പുറകെ നടന്ന് അവളെ കറക്കിയെടുക്കാൻ നോക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഗോമതി 28 വർഷം മുൻപ് നീ ഇവൻ്റെ കൂടെ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചു. ഇനി അങ്ങനെയൊരു തെറ്റ് കൃഷ്ണമംഗലത്ത് സംഭവിക്കില്ല. ബാലന് പകരക്കാരനായി ഇവനെ ഞങ്ങൾ വാഴിക്കില്ലെന്ന് പറഞ്ഞപ്പം എനിക്ക് അവളുമായിട്ട് ഒരു ബന്ധമില്ലെന്നും അല്ലെങ്കിൽ തന്നെ ബോധമുള്ള ആരെങ്കിലും അവളുമായിട്ട് സംസാരിക്കുമെന്ന് ചോദിച്ചു ആര്യൻ. നിന്റെ അച്ഛനെ പോലെ എന്തെങ്കിലും ആഗ്രഹം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് സാധിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ആര്യനോട് പറയണു ഇവർ. അത് നിന്റെ ജീവൻ എടുത്തിട്ടാണെങ്കിലും എന്ന് പറഞ്ഞപ്പോഴും ബാലനൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അച്യുതനൊക്കെ ഇങ്ങനെ നിൽക്കുമ്പം അതെ ആവാൻ ഒരിക്കലും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് ബാലൻ. പിന്നെന്തിനാ അവളെ തടഞ്ഞു നിർത്തി ഇവൻ പലപ്പോഴും സംസാരിക്കുന്നത്? അവളും വേറെ എന്തെങ്കിലും കാര്യം സംസാരിച്ചതായിരിക്കും. ഇവൻ എന്തിനാ അവളോട് സംസാരിക്കുന്നത് എന്ന നേരം ചോദിച്ചു അച്യുതൻ. ബാല ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇനിയും ഒരു പെണ്ണിനെ ഇറക്കിക്കൊണ്ട് വരാമെന്ന് കരുതണ്ട എന്നും പറഞ്ഞ് ബാലനെ ഇവർ വെല്ലുവിളിക്കുന്നു. അത് കേട്ടപ്പം ഒന്നിനെ കൊണ്ടുവന്നതിൻ്റെ പേരിൽ കഴിഞ്ഞ 28 വർഷമായി ഞാൻ നിങ്ങളുടെ ശല്യം സഹിക്കുകയാണെന്നും ഇനി അങ്ങനെ ഒരു അബദ്ധം എൻ്റെ മക്കളായിട്ട് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ബാലൻ. അങ്ങനെ ഒരു ശ്രമം ഉണ്ടായാൽ നിന്റെ മോനെ ഞങ്ങൾ തുണ്ടമായി വെട്ടി നുറുക്കുമെന്ന് പറഞ്ഞു. അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വെട്ടുന്നൊന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആര്യനെ മുന്നിൽ കൊണ്ട് നിർത്തി കൊടുത്തു ബാലൻ. അപ്പോഴേക്കും അച്യുതേട്ടാ അനന്തേട്ടാ വേണ്ട,
ഇവൻ അങ്ങനെ ചെയ്യുന്നവനല്ല. ദേ സ്ത്രീ വിഷയ നാട്ടുകാരറിഞ്ഞാൽ മിത്രമോൾക്കാ കുഴപ്പമെന്ന് പറഞ്ഞു. എൻ്റെ മോൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും സംഭവിക്കില്ലെന്നും അഥവാ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അവനെ ശാസിക്കാനും ശിക്ഷിക്കാനും എനിക്കറിയാമെന്നും പറഞ്ഞു ബാലൻ. നിങ്ങളുടെ മകളുടെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് തരാൻ വന്നതാ. ഇനി ഇവനായിട്ട് മിത്രയ്ക്ക് ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് അറിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ആയിരിക്കില്ലെന്ന് പറഞ്ഞ് അച്യുതനൊക്കെ അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പം ആര്യനെ പിടിച്ച് വലിച്ച് അകത്തേക്ക് കൊണ്ടുപോവുകയാണ് നമ്മുടെ ബാലൻ. എന്നിട്ട് ദേ വീണ്ടും ചൂരലെടുക്കുന്നു. എടാ എന്തിനാ നീ അവളോട് സംസാരിക്കാൻ പോയെന്ന് ചോദിച്ചിട്ട് അതിനെ ചുമ്മാ ഇട്ട് തല്ലു കേട്ടോ. അപ്പോൾ അതിനെ ചുമ്മാ ഇട്ട് പറ തല്ലുന്നു ഈ ബാലൻ. അങ്ങനെ കാര്യം അറിയാതെ. ആ സമയം അവൻ എന്തെങ്കിലും പറഞ്ഞതിന് എന്തിനാ ആര്യൻ ഇങ്ങനെ തല്ലുന്നതെന്ന് ചോദിച്ചു. അപ്പം ഇവൻ കാരണം എനിക്ക് ഒരു ദിവസം പോലെ സ്വസ്ഥതയില്ലെന്ന് പറഞ്ഞു ചുമ്മാ അതിനിട്ട് തല്ലിക്കൊണ്ടേയിരിക്കും ഈ ബാലൻ. അങ്ങനെ ബാലനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഏട്ടനെ തല്ലല്ലേ, ആ പെണ്ണിനെ കാണുന്നത് തന്നെ ഏട്ടന് ദേഷ്യമാണെന്ന് അനു പറഞ്ഞു. മോള് മാറാൻ പറഞ്ഞു. എന്നിട്ട് വീണ്ടും അതിനെ പിടിച്ചിട്ട് തല്ലുക. അങ്ങനത്തെ കുറേ തല്ലി കേട്ടോ കുറേ തല്ലു. അപ്പോൾ അവനെ തല്ലല്ലേ, അവൻ തെറ്റൊന്നും ചെയ്യില്ല ബാലേട്ടെന്ന് ഒച്ചത്തിൽ പറഞ്ഞപ്പോൾ. അങ്ങനെ അതുകൊണ്ടാണോ നിൻ്റെ ഏട്ടൻ്റെ മോൻ കടയിൽ വന്ന് അവളെയും ഇവനെയും ചേർത്ത് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന് ചോദിച്ചു. എന്നാൽ ആര്യന് കാര്യം പറഞ്ഞാൽ പോരെ. അപ്പോൾ അച്ഛൻ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ലാന്ന് നമ്മുടെ ആര്യം പറഞ്ഞു. അപ്പോഴേക്കും കണ്ടല്ലോ, അവളെ കണ്ടാൽ ദേഷ്യം വരുന്ന ഇവൻ അവളോട് സംസാരിച്ചെന്ന് ഇവൻ തന്നെ ഏറ്റു പറഞ്ഞത് കേട്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കത് കേട്ടാൽ മതി. ഇനി നീ സംസാരിക്കോടാന്ന് ചോദിച്ചു. പിടിച്ച് തല്ല. ഈ കുടുംബത്തിലുള്ളൊരു മാന്യതയുള്ളവരാണെന്ന് എല്ലാവരും പറയുന്നതാണ്. പിന്നെ ഈ കുടുംബത്തിൽ ഞാൻ വളർത്തിയ എൻ്റെ മക്കൾ നല്ലവരാണെന്ന് ഈ നാട്ടുകാർ മുഴുവൻ പറയണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇവരെ ശാസിച്ചും ശിക്ഷിച്ചും ഒക്കെ വളർത്തുന്നത്. അതെല്ലാം മാറ്റിമറിക്കാനാണോ നിൻ്റെ ശ്രമം എന്ന് ചോദിച്ചു. ഇത്രയും കാലമായിട്ട് നിൻ്റെ ഏട്ടന്മാരെക്കുറിച്ച് ആരെങ്കിലും ഒരു പെണ്ണിൻ്റെ പേര് ചേർത്ത് പറഞ്ഞിട്ടുണ്ടോടാന്ന് ചോദിച്ചു. ആ സമയം ഇങ്ങനെ ആരും നോക്കുക, അവരുടെ ഭാഗത്തു നിന്ന് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നും, പക്ഷെ നീ ഒറ്റ ഒരുത്തനാ ഈ കുടുംബത്തെ നാണം കെടുത്തതെന്നൊക്കെ പറഞ്ഞ് ആര്യനെ ചുമ്മാ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാമെന്ന് കരുതണ്ടടാന്നും പറഞ്ഞു. അപ്പോൾ ഒരിക്കലും ഇവൻ സംസാരിക്കരുതാത്ത കാര്യമാണ് ഇവൻ സംസാരിച്ചതെന്ന് പറഞ്ഞാൽ അതിന് ഈ പട്ടിയെ തല്ലുന്ന പോലെ തല്ലി ചാത്തച്ച് കൊല്ലാക്കലൊക്കെ ഒന്നും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ മുന്നോട്ട് പോകുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.